വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. അപ്പോൾ ഓണക്കല്ലേ വരാൻ പോണേ, എല്ലാവരും ഓണത്തിന് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പ്ലാനിങ്ങിലായിരിക്കും അല്ലേ. അപ്പോൾ ഓണസദ്യയിൽ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പഠിച്ച ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അവിയൽ. ചൂടായ പാനിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ കഷ്ണങ്ങളിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഈ ചൂടുന്ന വെളിച്ചെണ്ണയിൽ പച്ചക്കറിയൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. സാധാരണ എല്ലാവരും അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് അവസാനമല്ലേ തൈരോ അല്ലെങ്കിൽ മോരോ ചേർക്കാറ്. നമ്മൾ ആദ്യമാണ് ചേർക്കുന്നത്. ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നത് മോരിലാണ്. മോര് മാത്രമല്ല, ഏകദേശം ഒരു 3/4 അളവിൽ വെള്ളം കൂടെ ഒഴിക്കാം. ആ പച്ചക്കറിക്കൊന്ന് വെന്ത് വരാനുള്ള അത്രയും വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഈ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു 3/4 വേവാവുന്ന വരെ നമുക്ക് കാത്തിക്കാം. പിന്നെ ഞാൻ എങ്ങനെയാണ് ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കാൻ പഠിച്ചതല്ലേ, ഇനി പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏകദേശം ഒരു +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓണത്തിന് എല്ലാ വർഷവും അമ്മയാണല്ലോ ഓണസദ്യ ഉണ്ടാക്കാറ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ വലിയ കാര്യത്തിൽ ഏറ്റു. ഈ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഏറ്റത്. അപ്പോൾ ഞാൻ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കണ്ട വീഡിയോ ഷാൻജോ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീഡിയോ ആയിരുന്നു. അതിൽ കണ്ട പോലെയൊക്കെ അവിയൽ ഉണ്ടാക്കി ഏകദേശം എല്ലാ കറികളൊക്കെ ആക്കി സദ്യയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നീ സാധാരണ ഞാൻ അവിയൽ ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഉണ്ടാക്കി എവിടെ നോക്കിയിട്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്ന അവിയൽ പോലെയല്ല യൂട്യൂബിൽ കാണുന്ന അവിയൽ എന്ന് മനസ്സിലായത്. പിന്നെ അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി പഠിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ മാറ്റം വരുത്തുന്നത് അറിയണമല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യൂട്യൂബിൽ വരുന്ന വീഡിയോസിലൊക്കെ അവിയൽ ഉണ്ടാക്കിയ അവസാനമാണ് ഈ തൈരോ അല്ലെങ്കിൽ മോരൊക്കെ ചേർത്ത് ഇളക്കുന്നത്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ മോര് അല്ലെങ്കിൽ തൈരിലൊക്കെയാണ് അത്യാവശ്യം ചെറിയ പുളിയുള്ളൊരു മോരിലാണ് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കുന്നത്. ആ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു വ്യത്യാസം തന്നെയാണ്. ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ കഷ്ണം വെന്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം കൂടി ഇതിൽ ബാക്കിയുള്ളൂ. ഇത്രയും പറഞ്ഞാൽ അത്രയും കുറച്ച് വെള്ളം ഇതിൽ ബാക്കിയുള്ളൂ. കഷ്ണങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന വെള്ളമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ അരപ്പ് ചേർക്കാം. തേങ്ങയും മുളകും ഇഞ്ചിയും ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ചതയ്ക്കാനേ പാടുള്ളൂ, വല്ലാണ്ട് അരയ്ക്കാൻ പാടില്ല. അരച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അത് തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടുത്തൊരു സദ്യയുടെ ഐറ്റമായിട്ട് കാണാം. ബൈ.